ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും എനർജി ഗ്രൂപ്പ്, അതുമായി നമുക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന വിവേകം, തിരിച്ചറിവ്, തിരഞ്ഞെടുപ്പ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം ഏത് ഗ്രൂപ്പുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുമായിട്ടുള്ള ചിന്താഗതിയും പ്രവർത്തനവുമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട്, ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല ഒരു പാത്രത്തിൽ അടച്ചു വച്ചിരിക്കുകയാണ് തേൻ. ഈ തേൻ്റെ മണം മനസ്സിലാക്കി ഉറുമ്പുകൾ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കും അതിനുള്ളിൽ കടന്നു ചെന്ന് തേൻ കുടിക്കുന്നതിന് വേണ്ടി. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവുകൾ പരിഹരിക്കപ്പെട്ടാൽ വീണ്ടും ആ കുറവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പാപം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി നല്ല മദ്യപാനിയായിരിക്കെ ആ വ്യക്തി മദ്യപാനമെല്ലാം നിർത്തി മാറിയാൽ തന്നെയും വീണ്ടും മറ്റൊരു എനർജി ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അതിനെ പ്രേരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ആ എനർജിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം, ഒരു വ്യക്തി നന്നാവുക എന്നതിനപ്പുറത്തായിട്ട് ഓരോ എനർജി ഗ്രൂപ്പിൻ്റെ വിശദീകരണം, വിശുദ്ധി ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നയിക്കുന്ന ഇടയന്മാരുടെ ഗ്രൂപ്പുകൾ തന്നെയാണ് എനർജി ഗ്രൂപ്പ്. കാരണം ഈ എനർജി ഗ്രൂപ്പുകളാണ് മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും പോസിറ്റീവായതും നെഗറ്റീവായ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് കർമ്മത്തിലേക്ക് മാറി നല്ല രീതിയിൽ മറ്റൊരു നയിക്കുവാനുള്ള അനുഗ്രഹമുണ്ടെങ്കിൽ അത് വിശുദ്ധിയിലേക്കും നല്ല തരത്തിലുള്ള ഒരു ആത്മീയ ചൈതന്യവും ഭൗതിക ചൈതന്യം കെട്ടിപ്പടുത്തുയർത്തി നല്ലൊരു ഉയർച്ചയിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ പോസിറ്റീവിനപ്പുറം നെഗറ്റീവിലൂടെയാണ് ഈ എനർജി ഗ്രൂപ്പുകൾ നയിക്കുന്നതെങ്കിൽ എല്ലാവരും നാശത്തിലേക്ക് പോകും. അതിനാൽ ഓരോ പ്രസ്ഥാനവും, ഓരോ മതനേതാക്കന്മാരും, ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും, ഓരോ കുടുംബത്തിലെ നാഥനും നാഥയുമെല്ലാം എനർജി ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കുകയും ഏത് തരത്തിലാണ് പോകുന്നത് ചിന്തിച്ചുകൊണ്ട് അതിന് വിസ്തീർണ്ണി പ്രാർത്ഥിക്കുകയും